ക്രാബി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ കണ്ട് അവിടെ പോയിട്ട് ക്രാബിയിലെ മുഴുവൻ ടൂറിസ്റ്റ് ഇൻഫർമേഷനും കളക്ട് ചെയ്ത് അതിൽ എനിക്കിഷ്ടപ്പെട്ടൊരു 2 സ്ഥലം സെലക്ട് ചെയ്ത്. ഇപ്പം നമ്മൾ മൊത്തം സ്ഥലത്തും പോകുന്നില്ല ക്രാബിയിലുള്ള, കാരണം ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴും നമുക്ക് കാണാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി വേണമല്ലോ. അപ്പോഴേ നമുക്ക് ഇങ്ങോട്ട് വരാൻ തോന്നും. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, പിന്നെ എന്തിനാ പോകുന്നതെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം 2 സ്ഥലം മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഔനാങ് ബീച്ച്. ഏകദേശം ക്രാബി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 20 കിലോമീറ്ററിൻ്റെ അടുത്ത ദൂരം ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ ടാക്സി വിളിച്ച് വരികയാണെങ്കിൽ 500 ബാത്താണ് ടാക്സി ചാർജ് വരിക. ഇനി നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന അങ്ങനത്തെ ടിക്ടിക് ആണെങ്കിൽ ഒരു 60 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളവിടെ ബീച്ചിൻ്റെ അടുത്ത് ഇറക്കി തരും. ഒരു 2-3 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ ബീച്ചാണ് പിന്നെ ഔനാങ് ബീച്ച്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ബീച്ചും റൈറ്റ് സൈഡിൽ ഫുള്ള് കടകളുമാണ്. ഒരുപാട് ദൂരം കടകളുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീച്ചാണ് ഔനാങ് ബീച്ച്. ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അവിടെ ഒന്നും വീഡിയോ എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. കാരണം ഞാനവിടെ ചെന്ന് ഫസ്റ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പിന്നെ നമുക്ക് ബീച്ചിലേക്ക് പോകാനുള്ള ടിക്ടിക് പുറപ്പെടാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി വണ്ടീൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്ക് തന്നെ വണ്ടി പുറപ്പെടാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ വണ്ടിയിലുള്ളവരൊക്കെ പരിചയപ്പെട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ഔനാങ് ബീച്ചിൻ്റെ അടുത്തെത്തി. നമ്മളെ വണ്ടിയിൽ 2 ഇന്ത്യക്കാരുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് അവർ വരുന്നത്. അവർ ഹോട്ടൽ ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററും കൂടിയും പോകാനുണ്ട്. അപ്പോൾ ഞാനിവിടെ വേമിൽ ഇറങ്ങുകയാണ്, കാരണം നമ്മുടെ മുമ്പ് കാണുന്നതാണ് ബീച്ച്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയുള്ള ഏതെങ്കിലും ഒരു ഹോട്ടൽ നോക്കിയിട്ട് വേണം നമുക്ക് ബുക്ക് ചെയ്യാൻ. എന്നിട്ട് രാത്രിയത്തെ കാഴ്ച കാണാൻ, ഇവിടെ അടിപൊളി ഒരു സിറ്റിയാണ്. രാത്രി കാഴ്ച കാണാൻ വേണ്ടി നമുക്ക് തിരിച്ചിവിടേക്ക് തന്നെ വരണം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പോവുകയാണ്. ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് അവരെ യാത്ര അയച്ച്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ രാത്രി കാഴ്ചകളാണ്.